എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നട്ടർ ഗ്രില്ലാണ്. അതിനുവേണ്ടി ഞാൻ 3 നട്ടർ ഇവിടെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം മീഡിയം സൈസ് വലിപ്പമുള്ള നട്ടറാണിത്. അപ്പോൾ നമുക്ക് വീഡിയോസിലോട്ടേക്ക് പോവാം. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. Hush. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് വരഞ്ഞെടുക്കാം. ഇതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഉപ്പ് ചേർത്ത് നന്നായി ഒരു പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിനാവശ്യമായ മസാല റെഡിയാക്കി എടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതിനാവശ്യമായ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എരിവ് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിവിടെ 3 നട്ടറിന് ആവശ്യമായ ഇതാണ് ചെയ്യുന്നത്. മസാല നന്നായി ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി കുറച്ച് സമയം മാറ്റി വയ്ക്കാം. ഇനി
ഇനി ഗ്രില്ലിനാവശ്യമായ അടുപ്പ് സെറ്റ് ചെയ്യാം. തീ കത്തിച്ചു കൊടുക്കാം. ഗ്രില്ലിൽ എണ്ണ പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. കനൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. ഗ്രില്ലിൻ്റെ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. ഗ്രില്ലിൻ്റെ രണ്ട് വശവും നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുക്കാം. ഗ്രില്ലിൽ നിന്ന് മീനിനെ നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം. ഡെക്കറേഷൻ ആവശ്യമായ ഉള്ളിയും കക്കിരിയും ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രില്ല് ചെയ്ത നട്ടർ ഫിഷ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ നട്ടർ ഗ്രില്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.